സത്യം അതാണ്. 2014 അമേരിക്കൻ ജനസംഖ്യയുടെ 82% ഹിന്ദുക്കളായി തീരുമെന്ന് അവർ അടിവരയിട്ട് പറയുന്നു. 2014 ഇന്ന് ജനിച്ച കുട്ടി 8ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ എഴുതുന്ന ദിവസം 14 വർഷം. അന്ന് അമേരിക്കൻ ജനസംഖ്യ നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ ടോട്ടൽ നമ്പർ വിൽ ബി കൺവേർട്ടഡ് ടു ഹിന്ദു ധർമ്മ. അതാണ് അമേരിക്കയിലെ സിറ്റുവേഷൻ. അതായിരിക്കും അവിടെ നടക്കുന്നത്. അത് കാണാൻ സാധിച്ചതാണ്. ഈ ചിന്താധാര അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യന്റെ ഓരോ കാര്യത്തെക്കുറിച്ചും മനഃശക്തിയെക്കുറിച്ച് ടോട്ടൽ ഇന്റഗ്രേഷൻ സിസ്റ്റം 670 മെഡിസിൻസ്, മോഡേൺ മെഡിസിൻസിലെ 250 കഴിഞ്ഞ 2 വർഷമായിട്ട് അമേരിക്ക ബാൻ ചെയ്തു. അമേരിക്കയിലെ ഡ്രഗ് ആ സ്ഥാനത്ത് അടിച്ചു കലക്കി വരുന്നത് ആയുർവേദ ഡ്രഗ്സ് ആണ്. 200 പേറ്റന്റ് 1 മാസം കൊണ്ട് അമേരിക്ക കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിലെ ആയുർവേദ ഡ്രഗ്സിന്. ആയുർവേദ ചിന്താധാര ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ എഴുതിയതൊന്നുമല്ല. അനാദി മധ്യാന്തം അനന്തവീര്യം, അനാദികാലത്തെ ശുശ്രുതനും ഭേളനും അഗ്നിവേശനും എഴുതിയ അതേ ചിന്താധാര 21ാം നൂറ്റാണ്ടിലേക്ക് അത്യുത്തമമാണെന്ന് കണ്ടതുകൊണ്ടാണ് ഇത്രയും പേറ്റന്റ് വന്നത്. ഇവിടത്തെ കരിവേപ്പില പേറ്റന്റ് ചെയ്തിരിക്കുന്നു. ഇവിടത്തെ കരിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്ന പദം തന്നെ ഉണ്ട്, തന്നെ കരിവേപ്പിലയായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുത്ത് കളയും. പക്ഷെ അവര് കരിവേപ്പില, മഞ്ഞപ്പൊടി പേറ്റന്റ് ചെയ്തിരിക്കുന്നു. മഞ്ഞപ്പൊടി എങ്ങനെയാ പേറ്റന്റ് ചെയ്യുക? മഞ്ഞ നിറമുണ്ട്, കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കൂമ്പാരമായിരിക്കും, ഒന്ന് അമർത്തിയാ പരന്നു വരും. ഇതിനെയും അവർ പേറ്റന്റ് ചെയ്തിരിക്കുന്നു. സോ ദി അമേരിക്ക ഈസ് ലീഡിംഗ് ടു ഇന്ത്യ. ഏത് സിസ്റ്റത്തിലാ ഭാരതം അല്ലാത്തത്?